ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിൻ്റെ 26-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ വിശ്വാസയാത്രയുടെ നാൾ വഴികളിൽ ക്രമരഹിതമായി പോയ നമ്മുടെ ജീവിതത്തെ അനുതാപത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും ക്രിസ്തുവിൽ പുതുസൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക പരിവർത്തനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് നോമ്പുകാലം. മനുഷ്യഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ ശൂന്യതയ്ക്ക് ദൈവസന്നിധിയിൽ സമൃദ്ധിയുടെ അനുഭവം കണ്ടെത്തുന്ന പരിവർത്തന കാലമാണിത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കുകയും ചെയ്യുക എന്നതാണ് നോമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ലോകം തളരുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവർ എന്നേക്കും നിലനിൽക്കും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 50 to 56. ജീവിപ്പിക്കുന്ന വചനം, ദ വേർഡ് ദറ്റ് എൻലിവൻസ്. ഇതിലെ കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 8-ന്റെ 50-ാമത്തെ വാക്യം. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ അനുദിനം ശക്തിപ്പെടുക. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവവചനം വായിക്കുന്ന ഓരോ വ്യക്തിക്കും സ്വയം സമർപ്പിപ്പാനും അതിലൂടെ ആശ്വാസം കണ്ടെത്താനും സാധിക്കുന്നു. വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് അനുഗ്രഹീതൻ അഥവാ ഭാഗ്യവാൻ. പാപത്തിൽ വീണുപോയാലും യഥാസ്ഥാനപ്പെടുത്താനുള്ള വഴി വചനം കാണിച്ചു തരുന്നു. ദൈവവചനം പ്രാവർത്തികമാക്കാനുള്ള വാഞ്ച നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. തിരുവെഴുത്തുകൾ ശക്തിയുടെയും വെല്ലുവിളികളുടെയും ജ്ഞാനത്തിൻ്റെയും വാക്കുകളായതിനാൽ വിലപ്പെട്ടതാണ്. വചനം ഹൃദയത്തിൽ ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ടതാണ്. ദൈവവചനത്തിനുള്ള ഏറ്റവും നല്ല സ്ഥലം ഹൃദയമാകുന്നു. അത് ദൈവത്തോട് പാപം ചെയ്യാതെ നമ്മെ കാക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ തിരുവെഴുത്തുകൾ നമുക്കുള്ള അമൂല്യമായ സ്വത്താണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ശതാധിപന്റെ ദാസനെ യേശു സൗഖ്യപ്പെടുത്തുന്നതായി നാം വായിക്കുന്നു. അധികാരത്തിൻ്റെ ശ്രേഷ്ഠതയിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ശതാധിപൻ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, വിനയത്തിൻ്റെ പ്രതീകമായി മാറുന്നവൻ. വചനത്തിൽ ശക്തിപ്പെട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ശതാധിപൻ. ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു അവനെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ചിന്താവിഷയമായ വേദഭാഗത്ത് നാം കാണുന്നത് പള്ളിപ്രമാണിയായിരുന്ന യായിറോസിൻ്റെ മകളുടെ സൗഖ്യമാണ്. തൻ്റെ മകളുടെ മരണവാർത്ത കേട്ട് സങ്കടത്തിലും വിലാപത്തിലുമായിരുന്ന യായിറോസിനെ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകളാണ് അത്. ഭവനത്തിൽ എത്തിയ ശേഷമോ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉറപ്പ് നൽകിക്കൊണ്ട് ബാലെ എഴുന്നേൽക്ക എന്ന് പറയുന്നു. അവളുടെ ആത്മാവ് തിരികെ അവളിലേക്ക് മടങ്ങി വരുന്നു. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, തകർന്ന അവസ്ഥകളിൽ നമ്മെ തൊട്ടുതലോടുന്ന, ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവ്. പലപ്പോഴും നാം ഭയചകിതരാവുകയും വിശ്വാസത്തിൽ പതറുകയും ചെയ്യുന്നവരാണ്. മാനുഷിക ബലഹീനതകൾ നമ്മിൽ നിലനിൽക്കുമ്പോഴും കുറവുകൾ നമ്മിൽ ഉണ്ടാകുമ്പോഴും ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന ഇമ്പസ്വരം നമ്മെ കേൾപ്പിക്കുന്നവൻ. ആ തൃക്കരങ്ങളിൽ, പാദപീഠങ്ങളിൽ
നമുക്ക് സ്വയം താഴ്ത്തി നമ്മെ തന്നെ സമർപ്പിക്കാം. എൻ്റെ ബലഹീനതകളിൽ എനിക്ക് ശക്തി പകരുന്ന ജീവിപ്പിക്കുന്ന വചനത്താൽ എന്നെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആമേൻ.